അമ്മാവ, എന്താ ഇവിടെ വന്നിരുന്നത്? ആരും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലടാ. ശേഖരനും പറഞ്ഞില്ല, സുധിയും പറഞ്ഞില്ല. അതാണോ? പത്രത്തിലുണ്ട് വിവാഹക്ഷണം, ആർക്കും ചെല്ലാം. അത് മതിയോ? മതിയായിരിക്കും. നിന്നോടും പറഞ്ഞില്ലേ? പത്രത്തിലുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ക്ഷണിക്കണം. കുഞ്ഞുണ്ണിയമ്മാവൻ ഒരിക്കൽ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ബന്ധത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുത് സ്വന്തം മനസ്സും ജീവിതവുമാണെന്ന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഓ, നഷ്ടപ്പെട്ട ഒരു മനസ്സും ഉലഞ്ഞ ഒരു ജീവിതവും മാത്രം. അങ്ങനെ വിശദാനാരുടെ വീട്ടിൽ ഞാനൊന്ന് പോട്ടെ. ഏയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഒരു വർഷം കൊണ്ട് എനിക്ക് കഴിയാത്തത് കള്ളുകുടിയനെങ്കിൽ വേണ്ട കുഞ്ഞുണ്ണിയമ്മാവ്. ഇപ്പോ കഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. അടുത്ത അധ്യായം സന്തോഷകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുഞ്ഞുണ്ണിയമ്മാവനൊരു കാര്യം പറഞ്ഞാ ഓൻ ദേഷ്യപ്പെടുവോ? എന്താ ഇത്? എന്റെ വസ്തുവിന്റെ ആധാര. മഴ പെയ്ത നനയാത്ത ഒരിടവില്ല വീട്ടില്. ഇതിവിടെ വെച്ചേരെ. കുഞ്ഞുണ്ണിയമ്മാവന് എത്ര കാലം ഉണ്ടാവും? എവിടെയെങ്കിലും വീണ് ചത്ത മരണം. വേറെ ആരും ഉണ്ടാവില്ല. പുല വിളിക്കണം, എല്ലാം ചെയ്യണം. ചെയ്യോ? ആധാരത്തിന്റെ കൂടെ മരണപത്രമുണ്ട്. എന്റെ എല്ലാം നിനക്കുള്ളതാ. ഇപ്പോഴെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ തോന്നിയല്ലോ. ജോലി തിരക്കുണ്ടായിരുന്നേ. നിനക്ക് മാത്രമല്ലേ ജോലി തിരക്ക്? ഒരാഴ്ച മുമ്പ് പത്രത്തിൽ കൊടുത്തതാ. വേണമെങ്കിൽ ജോലിയൊക്കെ ഒഴിച്ചു നിർത്താമായിരുന്നു. ഹരിയോ, എപ്പോ എത്തി? നേരത്തെ എത്തി. തിരക്കല്ലേ, കണ്ടില്ല. നേരിട്ട് വരാൻ പറ്റിയില്ല. സാരമില്ല, അറിഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ ഉണ്ടോ? വാങ്ങിക്കോ. അതവിടെ വെക്കേ. ആ മോതിരം ഊരി തരൂ. പഴയ കാമുകൻ അണിയിച്ച മോതിരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കരഞ്ഞു കാണിക്കണ്ട. നിന്നെ ഞാൻ വിവാഹം ചെയ്തത് നിന്നോടുള്ള മോഹമോ നിന്റെ അച്ഛനോടുള്ള കടപ്പാടോ കൊണ്ട് മാത്രം. എന്റെ ചേട്ടനോടുള്ള വാശി. ചെറുപ്പത്തിൽ ചേട്ടൻ നിന്നെ സ്വപ്നം കണ്ടു കാണും. വളർന്നപ്പോഴും നിന്റെ മനസ്സിൽ അയാളായിരുന്നു. ഹരിദാസിനെ ആരാധിച്ചിരുന്ന നീ സുധിയുടെ കൂടെ ഉറങ്ങാൻ പോകുന്നു. ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ സണ്ണില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. അല്ലെങ്കിൽ തന്നെ ഞാൻ സ്വന്തക്കാർക്കും സ്നേഹിതന്മാർക്കും അനാവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുന്നു പരാതിയാ. പാർട്ടിക്കുള്ള ഫണ്ട് സുധാകരന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ശരി ശരി, പൊയ്ക്കോ. എത്ര കിട്ടി? പാർട്ടിയുടെ പേരിലും ഇത്തിരി കണക്കൊക്കെ വെക്കണം. ഇലക്ഷനാ വരാൻ പോകുന്നത്. എന്നുണ്ടാവും? ആർക്കറിയാം. CM-ന് പ്ലാനുണ്ട്. CM-ന്റെ കക്ഷിക്ക് ഒറ്റയ്ക്കൊന്ന് മത്സരിക്കാൻ മോഹം. പൊടി കാണില്ല. നമ്മുടെ സീറ്റ്. അതിന് താൻ ഈ ഫണ്ട് പിരിച്ച് മാത്രം നടന്നാ പോരാ. ചേട്ടനെ തോൽപ്പിക്കുന്നതിനോടൊപ്പം പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഞാൻ ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. ഒരു 500 പേരെ കൂടി മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട്. ആ പെണ്ണില്ലേ രാധമ്മ, അവളെ കിട്ടുമോ നമ്മുടെ പാർട്ടിക്ക്?
സ്റ്റേറ്റ് ലെവലിൽ വല്ല ജോയിന്റ് സെക്രട്ടറി മറ്റോ ആക്കാം. എന്റെ സീറ്റ് പോകരുത്. ഇല്ലടോ, ഞാനല്ലേ പറയുന്നത്. കമീൻ, ഇരിക്കൂ. വേണ്ട സർ. മിസ്റ്റർ നമ്പ്യാർ, ഇലക്ഷനാ വരാൻ പോകുന്നത്. വെറുതെ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട. പോലീസ് സംയമനം പാലിച്ചോളണം. ഹോം മിനിസ്റ്റർ എന്നോട് പറഞ്ഞതാ ഇതൊന്ന് സൂചിപ്പിക്കാൻ. ശരി സർ. അല്ലെങ്കിൽ തന്നെ അവിടെ എവിടെയും കയറി വേണ്ടാധീനം കാണിച്ച് ചീത്തപ്പേർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് പോലീസ് നല്ല പേരാണ് സർ. അതിന്റെ ബെനിഫിറ്റ് ഒന്നും തനിക്കാരും തന്നിട്ടില്ലല്ലോ. തന്റെ കഴുത്തിലില്ലേ കളക്ടറുടെ ഒരു തൊടൽ. ഞങ്ങളെങ്ങാനും തോറ്റാൽ തന്റെ ഒന്നും അഡ്രസ് ഉണ്ടാവില്ല, ഓർത്തോ. മേ കമിങ് സർ? യെസ്. തന്നെ അന്വേഷിച്ചാലോ ഒന്ന് വിളിച്ചാലോ ഒരിക്കലും കിട്ടില്ലല്ലോ. ഇരിക്കെ. നിങ്ങൾ വെക്കോ. ഇതിലെന്താ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? കുടിയൊഴിപ്പിക്കൽ പാടില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമാണ്. ചേരിയൊക്കെ പൊളിച്ചു കളഞ്ഞ് താനെന്താ ഈ കോഴിക്കോട് പാരീസാക്കാൻ പോവാ? സോറി സർ, ഒഫീഷ്യൽ കാര്യങ്ങൾ പുറത്തുനിന്ന് ഒരാളിരിക്കുമ്പോൾ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് താൻ നോക്കണ്ട. എന്റെ വിസിറ്ററാ. നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. പറയാം, പക്ഷേ സാറിന്റെ വിസിറ്റർ പുറത്തു പോകണം. അല്ലാതെ താൻ പറയില്ല. സോറി സർ. എന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാ. അതിന് സാറിന്റെ പാർട്ടിക്കാർ മാത്രം ബഹുമാനിച്ചാൽ മതിയല്ലോ. ആ കടപ്പുറത്തെ രാധമ്മയോ ആദിവാസികളുടെ മൂപ്പനോ ആണെങ്കിൽ ബഹുമാനിക്കും അല്ലേ? പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ മിനിസ്റ്ററോടാണ് സംസാരിക്കുന്നത്. ജില്ലാ വികസന സമിതി മെമ്പറാണ് ഞാൻ. എനിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് കളക്ടറേറ്റിലേക്ക് വരണം. മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ആളാകരുത്. മിസ്റ്റർ ഹരിദാസ്, എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇൻസൾട്ടേഷൻ എല്ലാവർക്കും ഒരുപോലെയാണ് സാർ. ഞാനൊരു ഗവൺമെന്റ് സർവന്റ് ആണ് എന്ന് കരുതി സാറിന്റെ ജോലിക്കാരനാണോന്നില്ല. തന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കാനാണ് സാർ? ഒരു കാര്യം എനിക്ക് ശരിക്കറിയാം. ഡിസ്ട്രിക്ട് കളക്ടർ എന്ന കസേര എന്നേക്കുമായിട്ടുള്ളതല്ല. നാളെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി പോസ്റ്റിൽ ഗുമസ്തപ്പണി ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ IAS എന്നുള്ള എന്റെ ഈ പദവി ഉണ്ടല്ലോ, അത് എന്നേക്കുമായിട്ടുള്ളതാ. ഞാനല്ലാതെ ഏത് മന്ത്രി വിചാരിച്ചാലും അതിനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെറും 10 ആള് വിചാരിച്ചാൽ മതി സാറിന്റെ കസേര നഷ്ടപ്പെടാൻ. പിന്നെ ഹോണറബിൾ മിനിസ്റ്റർ തോമസ് വർഗീസ് വെറും തോമാച്ചനായിരിക്കും. സോറി സർ. പേടിയും വന്നിട്ടുണ്ട്. എന്ത് പറയണം? വരാൻ പറയും. ഇങ്ങോട്ടോ? പിന്നെ തന്റെ തലയിലേക്കോ? ഹലോ, കളക്ടർ സ്പീക്കിംഗ്. ഞാനാണ് ജയ. ഞാൻ വിളിച്ചിരുന്നു. വിളിക്കുമ്പോഴൊക്കെ കുളിക്കുകയാണ്, പുറത്തു പോയിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ് എന്നൊക്കെയാണ് മറുപടി. ഞാൻ വിളിച്ചത് അഭിനന്ദനെ അറിയിക്കാനാണ്. മന്ത്രിയുടെ മുഖത്തടിച്ച് പറഞ്ഞെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. ഹലോ ഹലോ ഹലോ, ജയാണ്. അപ്പൊ നമ്മുടെ കളക്ടറേറ്റിൽ പറഞ്ഞു കേൾക്കുന്ന കഥകളൊക്കെ കള്ളമാണല്ലേ? കള്ളമായി തീരട്ടെ. ആ, എങ്ങനെയുണ്ട് റിയാക്ഷൻസ്? വലിയ പ്രശ്നമായിരിക്കും തോന്നുന്നു. ബട്ട് ചീഫ് മിനിസ്റ്റർ ഈസ് വിത്ത് യു. എനിക്കൊരു പേടിയുമില്ല. ഇവരെയൊക്കെ സാറെന്ന് വിളിച്ചു മടുത്തു. പാർട്ടിയും ഭരണവും എന്നല്ലാതെ ജനങ്ങളെന്നൊന്നും ഇവിടെ ഉണ്ടെന്ന് ഇവർക്ക് അറിയില്ല. പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഉണ്ടാവും തോന്നില്ല. കാരണം സാധാരണക്കാരുടെ നല്ല സപ്പോർട്ടുണ്ട് സാറിന്. പിന്നെ ഒരു ഇലക്ഷന്റെ കാർമേഘം ഉരുണ്ടു കൂടുന്നുണ്ടല്ലോ. ചേച്ചി, എന്നും ഇങ്ങനെ കഴിയാനാണോ ഭാവം? എന്റെ ചേട്ടൻ എന്ത് പാവാണെന്നറിയോ? ചേട്ടൻ ഫോൺ ചെയ്യുമ്പോഴെല്ലാം ഞാനാണല്ലോ എടുക്കാറ്. ചേച്ചിയുടെ സുഖവിവരങ്ങൾ തിരക്കും. അവസരം കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരിക്കലും ഒരു തടസ്സമാവില്ലെന്ന്. എന്റെ ചേട്ടനെ സ്നേഹിക്കാനേ അറിയൂ. ഉപേക്ഷിക്കരുത്. എന്താ? ഒരു കാര്യം സംസാരിക്കാനുണ്ട്. റവന്യൂ മിനിസ്റ്റർ ചേച്ചിയെ വന്ന് കാണണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇരിക്കൂ. ഞങ്ങളൊരു ഓഫീസൊക്കെ തുറന്നു. അറിഞ്ഞു. വളച്ചു കെട്ടിയില്ലാതെ കാര്യം പറയട്ടെ. ഇലക്ഷൻ വൈകാതെ ഉണ്ടാവും. ചേച്ചി ഞങ്ങളുടെ പാർട്ടി ചേരണം. മറ്റാരും തരാത്ത സ്ഥാനമാനങ്ങൾ ഞങ്ങൾ തരും. പാർട്ടി നേതൃസ്ഥാനം, തലസ്ഥാനത്തൊരു വീട്, ടെലിഫോൺ, കാറ്. പിന്നെ ഇലക്ഷനിൽ പാർട്ടിക്ക് ശക്തിയുള്ള തെക്കൻ മേഖലയിൽ ഒരു സീറ്റ്. മന്ത്രിയാക്കൂ എന്നെ. അതും പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് മന്ത്രിയാവണം. ഇപ്പോ അതെങ്ങനെയാ? റവന്യൂ മന്ത്രി രാജിവെക്കട്ടെ. പകരം എന്നെ മന്ത്രിയാക്കട്ടെ. എലക്ഷൻ ഉണ്ടാവുന്നവരെ ഞാനൊന്ന് ഭരിച്ചു നോക്കട്ടെ.
എന്താ തയ്യാറാണോ? കളിയാക്കാണോ? നിന്റെ സംഘവും കൂട്ടവും പൊളിച്ച് നിന്നെ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ ഈ സുധാകരൻ നായരെ നീ ഇങ്ങനെ വിളിച്ചോ? എങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കുന്നു. ഇനിയും നിന്റെ ശബ്ദം ഉയർന്നിട്ടുണ്ടെങ്കിൽ നിനക്കിവിടുന്ന് നടന്നു പോകേണ്ടി വരില്ല. അപ്പോട്ടാ അവൻ പൊയ്ക്കോട്ടെ. പൊയ്ക്കളി. ഞാൻ ജീവനോട് രക്ഷപ്പെട്ടത് എന്റെ മനോധൈര്യം കൊണ്ട് മാത്രമാണ്. എന്തായാലും അവിടെ നമ്മുടെ പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മിനിസ്റ്റർക്കും അതിൽ നിർബന്ധമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഭീകരാവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വഴിയുണ്ട്, ഭിന്നിപ്പിക്കണം. തല്ലിനും കുത്തിനുമാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാതെ കാര്യം നടക്കുവോ? പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട്, ഒരു സീറ്റ് കിട്ടും. ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? പാർട്ടി അധികാരത്തിലിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ലേ? ധാർമ്മികമായ പിന്തുണ എനിക്ക് തരാൻ പറ്റുമോ? രാധമ്മയെ ഞാൻ പരാജയപ്പെടുത്തും. അവിടെ നമ്മുടെ കൊടി പറക്കും. അടിക്കേണ്ട മർമ്മം എനിക്കറിയാം. എത്ര പേര് മരിച്ചു? 3 പേർ മരിച്ചിട്ടുണ്ട് സർ. 2 മുസ്ലിംസും ഒരു ഹിന്ദു. 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില മാത്രമേ ഗുരുതരമായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അവരുടെ ഉത്തരവ് പ്രകാരം CRPC 144 വകുപ്പ് അനുസരിച്ച് ബേപ്പൂരും പരിസര പ്രദേശങ്ങളായ നടുവട്ടം, ചാലിയം, പൊറായി, ചെറുവണ്ണൂർ പ്രദേശങ്ങളിലും 4ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ആയുധങ്ങൾ കൊണ്ടുനടക്കുകയോ ചെയ്യുന്നത്
കർശനമായി നിരോധിച്ചിരിക്കുന്നു. നിരോധനാജ്ഞ ലംഘിക്കുന്നവർ ശിക്ഷാർഹരാണ്. നിങ്ങൾ ആരും പേടിക്കണ്ട. പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവില്ല. ഞാൻ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരാളെ അവരെ തട്ടി, പകരം 2 ജീവനെടുത്തെങ്കിലും മരിച്ചുപോയ നമ്മുടെ ഗോവിന്ദന്റെ രക്തത്തിന്റെ കടം വീടിയിട്ടില്ല. അവൾ നിങ്ങളെ ചതിക്കുകയായിരുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്റെ പാർട്ടിയുടെയും മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട്. രാധമ്മയുടെ അകത്തുണ്ട്. ഇനി നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളുടെ അനുജൻ ഞങ്ങളുടെ 3 സഹോദരങ്ങളെ കൊലക്കി കൊടുത്തു. മതിയായില്ലേ നിങ്ങൾക്ക്? സുധാകരൻ ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ കണ്ടതാണ്. അവനും അവന്റെ ആളുകളും കൂടിയാണ് ചെരുപ്പുകൾ അറിഞ്ഞത്. അവർക്കിവിടെ കൊടികൾ പറത്തുകയാണ് വേണ്ടത്. അതിന് ചോര ഒഴുകിയാലും ജീവിതങ്ങൾ എരിഞ്ഞാലും പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ഇവിടെ നിഷ്ക്രിയരാവരുത്. കഴിഞ്ഞതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കടപ്പുറത്ത് ഇനിയും ചോര വീണ് നനയും. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ദുഃഖിച്ചൊതുങ്ങിയിരിക്കേണ്ട സമയമല്ല. ഇനിയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ഞങ്ങളെ സഹായിക്കണം. ഈ നാട്ടിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങണം. സത്യസ്ഥിതി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എവിടെ നിന്റെ ഭർത്താവ്? ഇവിടെ ഉണ്ട്. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലും വിളിക്കൂ. ഇരിക്കൂ, വിളിക്കാം. ആരാ? ഞാൻ നിന്റെ കാര്യം ഇപ്പൊ ഓർത്ത്. പാവപ്പെട്ട മനുഷ്യരെ കുരുതി കൊടുത്തിട്ട് വേണോടാ നിനക്ക് ആളാകാൻ. എന്താ ഉണ്ടായേ? അമ്മയുടെ ഓമനപുത്രൻ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമാകാൻ പോവുകയാണ്. തടഞ്ഞില്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അസൂയാണമേ. ഞാൻ ഉയരുന്നത് കാണുന്നത് സഹിക്കുന്നില്ല. മനുഷ്യരെ തമ്മിലടിപ്പിച്ചും അവരെ കൊന്നുകൂട്ടിയുമാണോടാ നീ വലിയവനാകുന്നത്. ബേപ്പൂരിൽ നടന്ന 3 മരണങ്ങളുടെ ഉത്തരവാദി നീയാണ്. നിർത്തണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കലക്ടറാണ് ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്തേ നിനക്ക് നൊന്തോ? വേണമെങ്കിൽ കൂടെ പോയിക്കോ. ഇപ്പൊ ഒറ്റയ്ക്കാ. പഴയ ആശകൾ വല്ല മനസ്സിലുണ്ടെങ്കിൽ തീർക്കാം. എന്ത് വൃത്തിയായിട്ട വർത്താനാണ് പറയണേ? അമ്മയാണ് ഇവനെ ഇത്രയും ചീത്തയാക്കിയത്. മകനെ ഇനി ഈശ്വരൻ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അങ്ങ് കാണിക്കുന്ന മണ്ടത്തരമാണ്. 144 പിൻവലിക്കരുത്. പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ ഞാൻ പുറപ്പെടുവിച്ച് കഴിഞ്ഞു. ഇനിയുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിസ്സാരമായിരിക്കില്ല. സംഘടനകളും കൊള്ളിവെപ്പും നടക്കും. ഒന്നും നടക്കില്ല മിസ്റ്റർ നമ്പ്യാർ. ജനങ്ങളിൽ പരിഭ്രാന്തി ഉളവാക്കാതിരിക്കുക. അവർ വീടുകൾക്ക് പുറത്തിറങ്ങട്ടെ. സംഭവിച്ചെന്താണെന്ന് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. പറഞ്ഞു മനസ്സിലാക്കുന്നത് കത്തികൊണ്ടും വടിവാളുകൊണ്ടുമായാലോ? നിരോധനാജ്ഞ പിൻവലിച്ചാലും ഇപ്പൊ ഇവിടെയുള്ള പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിൽക്കട്ടെ. വിതാംസ്, എനിക്കിവിടുന്ന് പെൻഷൻ പറ്റി പോവാൻ പറ്റുമോ? ഇവിടത്തെ സിറ്റുവേഷനേക്കാൾ നിങ്ങൾക്ക് വലുത് പോസ്റ്റും പെൻഷനും ആണല്ലോ. മിസ്റ്റർ ജെയിംസ്, പോലീസ് ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ഏറ്റവും നല്ല ഭാഷയിൽ സംസാരിക്കണം. സർ, സ്ത്രീകളുടെ 4-5 സംഘങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങാനുള്ള പരിപാടിയുണ്ട്. ജനങ്ങളുടെ ഭീതിയും വൈരാഗ്യവും മാറ്റാനാണ് അവരുടെ ദൗത്യം. പോലീസ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പോലീസിന്റെ ഡ്യൂട്ടി അതൊന്നുമല്ല. ബോധവൽക്കരണത്തിനും പറ്റും സാംസ്കാരിക വകുപ്പുണ്ട്. നമ്മുടെ പോലീസ് ഒരല്പം സംസ്കാരം കാണിച്ചതുകൊണ്ട് എന്താ കുഴപ്പം മിസ്റ്റർ നമ്പ്യാർ?